നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അതായത് PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മാത്രമല്ല, മറ്റ് എല്ലാവർക്കും, അതായത് ഇംഗ്ലീഷിൽ പലർക്കും പല പല കൺഫ്യൂഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കും കൂടെ സഹായമാകുന്ന തരത്തിലുള്ള ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് മിക്കവാറും ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതായത് എന്താണ് ടു ഹാവ് ഡൺ എന്ന് വെച്ചാൽ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ടു ഹാവ് ബീൻ ഡൺ, അല്ലെങ്കിൽ എന്താണ് ടു ബി ഡൂയിങ്, അല്ലെങ്കിൽ എന്താണ് ടു ബി ബീങ് ഡൺ, അല്ലെങ്കിൽ എന്താണ് ടു ബി ഡൺ, അല്ലെങ്കിൽ എന്താണ് ടു ബി എന്നൊക്കെ ഇങ്ങനെ പലർക്കും ഈ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ വായിക്കുമ്പോഴൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ ടു വെച്ചാണ് അതെല്ലാം പറയുന്നത്. ടു അല്ലെ, ടു. ഈ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഏകദേശം അതിന്റെ ശബ്ദം എങ്ങനെയാണ്? സൗണ്ട്സ് ലൈക്ക് ആൻ എന്നാണ് അല്ലെ. ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർന്ന് വരുമ്പോൾ അവിടെ ആൻ എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മൾ എന്നുവെച്ചാൽ ആ തരത്തിലാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഉദാഹരണത്തിന് ബിയുടെ അർത്ഥം എന്താ? ആകുക എന്നാ. ബിയുടെ അർത്ഥം എന്താണ്? ആകുക. ഈ ബിയുടെ തൊട്ട് മുമ്പ് ടു വരുമ്പോൾ എന്തായി മാറും? സോ ടു ബി. ടു ബി എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താ? ആകാൻ എന്നാണ് അല്ലെ. ആകുകയുടെ കൂടെ ഈ ആൻ വന്നു. ആകുക എന്ന് പറയുന്നതിന്റെ കൂടെ ഈ ആൻ ശബ്ദം കൂടെ വന്നപ്പോൾ എന്തായി മാറി? ആകാൻ എന്നായി മാറി. എന്തിന്? ടു ബിക്ക്. ഇപ്പൊ ടു എന്ന പ്രപ്പോസിഷൻ ചില സന്ദർഭങ്ങളിൽ ഏത് ശബ്ദം നൽകുന്നു? ആൻ എന്ന് പറയുന്ന ശബ്ദം നൽകുന്നു. അങ്ങനെ അതിനുശേഷം വരുന്ന ഏത് വെർബ് വന്നാലും, വെർബോ എന്ത് വന്നാലും, ബി ഫോംസ് അല്ലെങ്കിൽ ആക്ഷൻ വെർബോ വന്നാലും അവിടെ ആ ശബ്ദത്തിന് അവിടെ വന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ കൂടെ നമ്മൾ ഏത് ശബ്ദവും കൂടെ ചേർക്കണം? ആൻ എന്ന് പറയുന്ന ശബ്ദവും കൂടെ ചേർക്കണം. അപ്പൊ ഇവിടെ ബിയുടെ അർത്ഥം ആകുക എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പ് ടു വരുമ്പോൾ എന്തായി മാറും? ടു ബി എന്നായി മാറും. അപ്പോൾ അവിടെ അർത്ഥം എന്തായി മാറും? ആകാൻ എന്നായി മാറും. ഉദാഹരണത്തിന്, ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഐ നമുക്കറിയാം, ഞാൻ. വാണ്ട് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക. ഐ വാണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു. ടു ബി, ആകാൻ. കണ്ടോ, ഈ ടു ബി വന്നപ്പോൾ എന്തായി മാറും? ഇവിടെ ആകാൻ. എ ടീച്ചർ, ഒരു ടീച്ചർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ ടു ബിയുടെ അർത്ഥം എന്താ? ആകാൻ എന്നാണ് ടു ബിയുടെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ബി ഡൺ. ഓക്കെ, ബി ഡൺ എന്ന് വെച്ചാൽ എന്തോ? ഡൂവിന്റെ അർത്ഥം നമുക്കറിയാം, ചെയ്യുക. ഓക്കെ, ഡൂവിന്റെ V3 ഫോമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഫോമാണ് എന്ത്? ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി ഡൺ എന്നാകുമ്പോൾ അർത്ഥം ചെയ്യപ്പെടുക എന്നർത്ഥം. എന്താണ്? ബി ഡൺ. അത് പാസീവ് ഫോമാണ്, ചെയ്യപ്പെടുക. ഇനി ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ടു ചേർത്ത് എന്തായി മാറും? ടു ബി ഡൺ എന്നാവും. ടുവിന്റെ ശബ്ദം നമ്മൾ പറഞ്ഞു ആൻ. അപ്പൊ ടു ആൻ ആണെങ്കിൽ ബി ഡൺ എന്ന് വെച്ചാൽ എന്താ? ചെയ്യപ്പെടുക എന്നാണ്. അപ്പൊ ടു ബി ഡൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചെയ്യപ്പെടാൻ എന്ന് വരും അർത്ഥം അല്ലേ. അപ്പൊ ടു ബി ഡണ്ണിന്റെ അർത്ഥം എന്തോ? ചെയ്യപ്പെടാൻ. നമ്മളെങ്ങനെ ഈ അർത്ഥത്തിലേക്ക് വന്നത്? കാരണം ടുവിന്റെ അർത്ഥം ആൻ, ബി ഡണ്ണിന്റെ അർത്ഥം ചെയ്യപ്പെടുക. അങ്ങനെ ടു ബി ഡൺ എന്നാകുമ്പോൾ എന്തായി മാറും? ചെയ്യപ്പെടാൻ എന്നായി മാറും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അതുപോലെ തന്നെ ടു ബി ലൗഡ് എന്തായി മാറും? സ്നേഹിക്കപ്പെടാനായി മാറും. കാരണം എന്താ? ടുവിന്റെ അർത്ഥം എന്താ? ആൻ എന്നാണ്. ടു കൊണ്ട് ഉദ്ദേശിക്കുന്ന ആൻ. ബി ലൗഡ് എന്നാകുമ്പോൾ എന്തായി മാറും? സ്നേഹിക്കപ്പെടുക എന്നാവും. കാരണം ബി ഡൺ അല്ലെ, ബി ഡണ്ണിന്റെ അർത്ഥം ചെയ്യപ്പെടുക. അതങ്ങനെ ബി ലൗഡ് എന്തായി മാറും? സ്നേഹിക്കപ്പെടുക എന്നായി മാറും. അങ്ങനെ സ്നേഹിക്കപ്പെടുക എന്നതിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ടു വരുമ്പോൾ എന്തായി മാറും? സ്നേഹിക്കപ്പെടാൻ എന്നായി മാറും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഷീ വാണ്ട്സ് ടു ബി ലൗഡ് ബൈ എവരിബഡി. ഷീ വാണ്ട്സ്, അവൾ ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹിക്കുന്നത്? ടു ബി ലൗഡ്, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ബൈ എവരിബഡി, എല്ലാരാലും. ഓക്കെ, പക്ഷെ ഷീ വാണ്ട്സ് ടു ബി
ലവ്ഡ് ബൈ എവരിബഡി. അപ്പൊ എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത് എന്താണ്? ടുവിന്റെ ശബ്ദം ഇവിടെ ഈ ഭാഗത്ത് ടുവിന്റെ ശബ്ദം എങ്ങനെയാണ്? ആൻ എന്നാണ്. കാരണം ടുവിന് രണ്ട് തരത്തിൽ അർത്ഥമുണ്ട്. ഫസ്റ്റ് അർത്ഥം വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അവിടെ ടുവിന്റെ അർത്ഥം ആൻ എന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി അത് കൂടാതെ ടു എങ്ങനെയും ടുവിന് ശബ്ദമുണ്ട്. ആയിട്ട് എന്നൊരു ശബ്ദവും കൂടെ ഉണ്ട്. ഏനാ ടുവിന്. ഓക്കെ, ടുവിന് എങ്ങനെയെങ്കിലും ശബ്ദമുണ്ട്. ആയിട്ട് എന്നൊരു ശബ്ദവും കൂടെ ഉണ്ട്. എന്തിന്റെ മുന്നിലേക്ക് വരുമ്പോഴാ? വെൻ ഇറ്റ് കംസ് ബിഫോർ. എന്തിൻ്റെയൊക്കെ മുന്നിൽ? ഹാവ് ഡണ്ണിന്റെ മുന്നിൽ വരുമ്പോൾ, അതുപോലെ ഹാവ് ബീൻ ഡണ്ണിന്റെ മുന്നിൽ വരുമ്പോൾ, അതുപോലെ ബി ഡൂയിങ്ങിന്റെ മുന്നിൽ വരുമ്പോൾ, അതുപോലെ തന്നെ ബി ബീങ് ഡണ്ണിന്റെ മുന്നിൽ വരുമ്പോൾ അല്ലെ, വരുന്ന സമയത്ത്. എന്തിൻ്റെയൊക്കെ മുന്നിൽ വരുന്ന സമയത്താണ് ഹാവ് ഡൺ എന്റെ തൊട്ടുമുമ്പിൽ ടു വരികയാണെങ്കിൽ, അതുപോലെ ഹാവ് ബീൻ ഡൺ എന്നതിന്റെ തൊട്ടുമുമ്പിൽ ടു വരികയാണെങ്കിൽ, അതുപോലെ ബി ഡൂയിങ് എന്നതിന്റെ മുന്നിൽ ടു വരികയാണെങ്കിൽ, അതുപോലെ ബി ബീങ് ഡൺ എന്നതിന്റെ മുന്നിൽ ടു വരികയാണെങ്കിൽ, അവിടെ ടുവിന്റെ ശബ്ദം എങ്ങനെ ആയിരിക്കും? ആയിട്ട് എന്നൊരു ശബ്ദമായിരിക്കും വരിക. അപ്പൊ ആനെന്നും ആയിട്ടെന്നും അർത്ഥമുണ്ട് ടുവിന്. ആന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ആയിട്ട് എന്നൊരു ശബ്ദം വരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് തൊട്ടു മുമ്പിൽ വരുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാവ് ഡൺ. ഹാവ് ഡന്റെ അർത്ഥം എന്താ? ചെയ്തത് എന്നർത്ഥം. ഹാവ് ബീൻ ഡണ്ണിന്റെ അർത്ഥം എന്തോ? ചെയ്യപ്പെട്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഹാവ് ഡണ്ണും വന്നു, ഹാവ് ബീൻ ഡണ്ണും വന്നു. ഹാവ് ഡണ്ണിന്റെ അർത്ഥം ചെയ്തത്, ഹാവ് ബീൻ ഡൺ ചെയ്യപ്പെട്ടത്. സോ ടു ഹാവ് ഡൺ എന്തായി മാറും? ടുവിന് ഇവിടെ ആയിട്ടെന്ന അർത്ഥം. ഹാവ് ഡണ്ണിന്റെ അർത്ഥം എന്തോ? ചെയ്തത് എന്ന അർത്ഥം. അപ്പൊ ചെയ്തത് പിന്നെ ഈ ആയിട്ടും കൂടെ വരുമ്പോൾ എന്തായി മാറും? ചെയ്തതായിട്ട് എന്ന് വരും. അപ്പൊ ടു ഹാവ് ഡണ്ണിന്റെ അർത്ഥം എന്തായിരിക്കും? ചെയ്തതായിട്ട്. ഉദാഹരണത്തിന് രാം ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് എന്റേർഡ് ദ റൂം. രാമിനെ സംശയിക്കുന്നു. സസ്പെക്റ്റിന്റെ അർത്ഥം എന്തോ? സംശയിക്കുക എന്നർത്ഥം. രാം ഈസ് സസ്പെക്റ്റഡ് എന്ന അർത്ഥം എന്തോ? രാമിനെ സംശയിക്കുന്നു. എന്ത് ചെയ്തതായിട്ട്? ടു ഹാവ് എന്റേർഡ് ദ റൂം. മുറിയിലേക്ക് പ്രവേശിച്ചതായിട്ട്. ടു ഹാവ് എന്റേർഡ്. എന്റർ അർത്ഥം എന്തോ? പ്രവേശിക്കുക. അപ്പം ഹാവ് എന്റേർഡ് എന്നാകുമ്പോൾ എന്താ? പ്രവേശിച്ചത് എന്നർത്ഥം വരും. ഹാവ് എന്റേർഡ് എന്നാകുമ്പോൾ പ്രവേശിച്ചത്. ഇനി ടുവിന്റെ ആയിട്ടും കൂടെ വരുമ്പോൾ എന്തായി മാറും? പ്രവേശിച്ചതായിട്ട് എന്ന് വരും. ഓക്കെ, രാം ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് എന്റേർഡ് ദ റൂം എന്ന് വെച്ചാൽ എന്തോ? രാം ആ മുറിയിൽ പ്രവേശിച്ചതായിട്ട് സംശയിക്കപ്പെടുന്നു എന്നാണ്. അല്ലെങ്കിൽ രാം റൂമിൽ പ്രവേശിച്ചതായിട്ട് സംശയിക്കപ്പെടുന്നു എന്നിവിടെ മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി ഹാവ് ബീൻ ഡണ്ണിന്റെ നമ്മൾ പറഞ്ഞു. എന്താണ് ഹാവ് ബീൻ ഡണ്ണിന്റെ അർത്ഥം? ചെയ്യപ്പെട്ടതെന്ന. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പിൽ ആയിട്ട് എന്നർത്ഥം വരുന്ന ടു വരുമ്പോൾ എന്തായി മാറും? ചെയ്യപ്പെട്ടതായിട്ട് എന്ന് വരും. ഓക്കെ, അപ്പം ഉദാഹരണം ഓൾ ദീസ് ആർ സപ്പോസ്ഡ് ടു ഹാവ് ബീൻ ഡൺ ബൈ രാഹുൽ. അപ്പൊ അർത്ഥം എന്തായിരിക്കും? ഇതെല്ലാം രാഹുലിനാൽ ചെയ്യപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. ടു ഹാവ് ബീൻ ഡൺ. ടു ഹാവ് ബീൻ ഡൺ എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? ചെയ്യപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു. ആരാൽ? രാഹുലിനാൽ. ഓക്കെ, all these are supposed to have been done by രാഹുൽ. അപ്പൊ ഇവിടെ എന്തായി അർത്ഥം? ചെയ്യപ്പെട്ടതായിട്ട് എന്ന് വരും. ടു ഹാവ് ബീൻ ഡൺ എന്ന് വരുമ്പോൾ. ഇനി അടുത്താണ് ടു ബി ഡൂയിങ്. ബി ഡൂയിങ്ങിന്റെ അർത്ഥം എന്തുവാ? ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥമില്ല, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥത്തില ബി ഡൂയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുന്നിൽ ടു വരുമ്പോൾ എന്തായി മാറും? ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എന്ന് വരും. ഇപ്പൊ ബി ഡൂയിങ് എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരർത്ഥമാണ് വരുന്നത് ബി ഡൂയിങ്ങിന്. അതിന്റെ തൊട്ടുമുമ്പിൽ ടു ആയിട്ട് എന്ന അർത്ഥത്തിലുള്ള ടു വരുമ്പോൾ അങ്ങനെ വരും? ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മോഹൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി കമ്മിങ് ഹിയർ. അപ്പൊ എന്റെ അർത്ഥം എന്തുവാ? ടു ബി കമ്മിങ്. അപ്പൊ എന്താ? വരുന്നതായിട്ട് അല്ലെ? അപ്പൊ മോഹൻ ഇങ്ങോട്ട് വരുന്നതായിട്ട്. ടു ബി കമ്മിങ്. ഓക്കെ, വരുന്നതായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു. അപ്പൊ മോഹൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി കമ്മിങ് ഹിയർ. അപ്പൊ അർത്ഥം എന്താ? മോഹൻ ഇങ്ങോട്ട് വരുന്നതായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് വരും. അപ്പം ബി കമ്മിങ് മാത്രമാകുമ്പോൾ എന്താ? വരുന്നത് എന്നർത്ഥമില്ല, ബി കമ്മിങ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബി കമ്മിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ബി കമ്മിങ് എന്നാകുമ്പോൾ എന്തോ ആയിരിക്കും? വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വരുന്നതായിട്ട് എന്നൊരർത്ഥം വരും. ഓക്കെ, ഇനി ടു ബി ബീയിങ് ഡൺ. ഈ ബീയിങ് ഡൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താ ആയിരിക്കും അറിയാവോ? അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വരും.
എന്താണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ബി ബീയിങ് ഡണ്ണിന്റെ അർത്ഥം അല്ലെ. ബി ബീയിങ് ഡണ്ണിന്റെ അർത്ഥം എന്തായിരിക്കും? ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥമില്ല. അതിൻ്റെ കൂടെ ആയിട്ട് എന്ന അർത്ഥത്തിൽ ടു വരുമ്പോൾ എന്തായി മാറും? ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എന്ന് വരും. എന്തായി വരും? ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എന്ന് വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നോക്കുക, ജെയിംസ് ഈസ് സപ്പോസ് ടു ബി ബീയിങ് ട്രെയിൻഡ് ഇൻ ദ പോലീസ് ട്രെയിനിങ് ക്യാമ്പ്. അപ്പൊ എന്താ? ജെയിം കരുതപ്പെടുന്നു എന്തായിട്ട്? ട്രെയിൻ ചെയ്യപ്പെടുന്നതായിട്ട്. എന്താണ്? ട്രെയിൻ ചെയ്യപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ പരിശീലിക്കപ്പെടുന്നതായിട്ട് കരുതപ്പെടുന്നു. എവിടെ? ഇൻ ദ പോലീസ് ട്രെയിനിങ് ക്യാമ്പ്. അപ്പം ടു ബി ട്രെയിൻഡ് എന്ന എന്തായിരിക്കും? പരിശീലിക്കപ്പെടുന്നതായിട്ട്. ഓക്കെ, പരിശീലിക്കപ്പെടുന്നതായിട്ട് എന്നാണ് എന്തിന്റെ അർത്ഥം? ടു ബി ട്രെയിൻഡ് അർത്ഥം. എവിടെ? ഇൻ ദ പോലീസ് ട്രെയിനിങ് ക്യാമ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.